നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം? നമുക്കറിയാം അല്ലേ, സാധാരണ ഒരു ഇക്വേഷനിൽ ഒരു ഡെറിവേറ്റീവും കൂടെ എക്സിസ്റ്റ് ചെയ്താൽ, അത് ഫസ്റ്റ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ ഏതോ ആയിക്കോട്ടെ, ഒരു ഡെറിവേറ്റീവും കൂടെ എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ ആ ഇക്വേഷൻ എന്ത് പറയും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് f'(x) = 3x² + 2x + 5. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. കാരണം എന്താണ്? ഈ ഇക്വേഷൻ f'(x) അതായത് ഇവിടെ എന്തുണ്ട്? ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്. അതുകൊണ്ട് സെക്കൻഡ് ഓർഡർ ഏതോ ഓർഡർ ആയാലും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. അതായത് ഒരു ഇക്വേഷനിൽ ഡെറിവേറ്റീവും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ എന്ത് വിളിക്കും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾക്കൊരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിന് എന്താ വിളിക്കുക? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് വിളിക്കും. എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് f'(x) നമുക്കറിയാം 3x² + 2x + 5 ആണ് അല്ലേ. അപ്പോൾ ഇതിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? f(x) എങ്ങനെ കണ്ടെത്താം? f(x) കാണാൻ എന്ത് ചെയ്താൽ മതി? f(x) ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇൻറ്റഗ്രൽ f'(x) dx എന്ന് എഴുതിയാൽ മതി അല്ലേ. f'(x) dx എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 3x² + 2x + 5 എന്ന് വരും അല്ലേ. ഈക്വൽ ടു എന്ത് വരും? 3 × ഇൻറ്റഗ്രൽ x³ / 3 + 2 × x²/2 + 5x + c എന്ന് വരും അല്ലേ. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? x³ + x² + 5x + c എന്ന് എഴുതാം. അതായത് f(x) ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ കൂടെ സപ്പോസ് നമുക്കൊരു കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. f(0) = 3. ഈ f(0) = 3, അതായത് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 0 അല്ലേ. ഇവിടെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ f(0) = 3 ആവുന്ന ഇങ്ങനെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തന്നാൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് എന്ത് വിളിക്കും? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പോൾ നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം വെച്ചിട്ടാണ് നമ്മളിവിടെ സി എന്നുള്ള കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം f(0) = 3 എന്നുള്ള ഇതിന് നമ്മൾ കണ്ടെത്തുക. f(0) = 3 എന്ന് പറഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ 1 കൊടുത്താൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 0³ + 0² + 5 × 0 + c = 3 എന്ന് എഴുതാം. അതായത് വിച്ച് ഇംപ്ലൈസ് c = എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം? c = 3 എന്നുള്ളത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം അല്ലേ. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ എന്ത് വരും? f(x) = x³ + x² + 5x + 3 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ജനറൽ സൊല്യൂഷൻ ഓഫ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ഡെറിവേറ്റീവ് ഇക്വേഷനിൽ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് f'(x) ഈ ഫോമിൽ വരുന്നതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തന്നാൽ നമ്മളതിനെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഈ ഇതിന്ന് എങ്ങനെ f(x) കാണാം? f(x) കാണാൻ വേണ്ടിയിട്ട് f'(x) എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ f'(x) ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 3x² + 2x + 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് f(x) = x³ + x² + 5x + c എന്ന് എഴുതാം. ഈ f(0) = 3 ആണെന്നുണ്ടെങ്കിൽ 0³ + 0² + 5 × 0 + c = 3 c = 3 ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് f(x) = ഇങ്ങനെ ഒരു സിയുടെ വാല്യൂം കൂടി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ജനറൽ സൊല്യൂഷൻ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക്
എന്താണ് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസും ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ദ വെലോസിറ്റി ഓഫ് എ മാഗ്ലവ് ഈസ് ബി ഓഫ് ടി ഈക്വൽ ടു 0.2t + 3 feet per second where 0 less than or equal to t less than or equal to 120. At t equal to 0, the maglev is at the station. Find the function that gives the position of the maglev at time t, assuming that the motion takes place along a straight stretch of the track. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാഗ്ലവിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. മാഗ്ലവ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പീഡ് ട്രെയിൻ ആണ് അല്ലേ, നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ ട്രെയിനാണ്. അതിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.2t + 3 feet per second ആണ് തന്നിട്ടുള്ളത്. ടി വാരി ചെയ്യുന്നത് 0 to 120ൻ്റെ ഇടയിൽ. അപ്പം ടൈം 0 ആകുമ്പോൾ എന്താണ് മാഗ്ലവ് അറ്റ് ദ സ്റ്റേഷനിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ഇനി ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഫംഗ്ഷൻ ദാറ്റ് ഗിവ്സ് ദ പൊസിഷൻ ഓഫ് ദി മാഗ്ലവ് അറ്റ് എ ടൈം ടി. ഇനി ഈ ഒരു മാഗ്ലവ് ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴുള്ള പൊസിഷൻ ഫംഗ്ഷനാണ് നമുക്ക് കാണേണ്ടത് അറ്റ് എ ടൈം ടി. ടി 0 നിന്നും 120 വരെ വാരി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ടൈമിൽ ട്രാക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള പൊസിഷൻ ഫംഗ്ഷൻ നമുക്ക് കാണണം. മാഗ്ലവ് അറ്റ് എനി ടൈം ടി, ഏത് ടൈം ടിയിലും നമുക്കുള്ള പൊസിഷൻ ഫംഗ്ഷൻ കാണണം. അപ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ ആദ്യം ആൻസർക്ക് കിടക്കുകയാണ്. എസ് ഓഫ് ടി എന്ന് പറയുന്നതാണ് പൊസിഷൻ ഓഫ് ദി മാഗ്ലവ് എന്നെടുത്തു. എസ് ഓഫ് ടി ഡിനോട്ട് ദ പൊസിഷൻ ഓഫ് ദി മാഗ്ലവ് അറ്റ് എ ടൈം ടി. ടി എന്നുള്ള ടൈമിലുള്ള പൊസിഷനാണ്, മാഗ്ലവിൻ്റെ പൊസിഷനാണ് എസ് ഓഫ് ടി എന്ന് നമ്മളെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ. വി ഓഫ് ടി എന്താണെന്നുള്ളത് 0.2t + 3 എന്നാണ്. വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, എസ് ഡാഷ് ഓഫ് ടി അല്ലേ. അതായത് സ്പീഡിൻ്റെ നമുക്കറിയാം വെലോസിറ്റിയുടെ, നമ്മൾ സ്പീഡിൻ്റെ എന്താ പറയാറ്, ഡെറിവേറ്റീവാണ് വെലോസിറ്റി എന്ന് പറയും അല്ലേ. പിന്നെ വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവാണ് ആക്സിലറേഷൻ, ആക്സിലറേഷൻ്റെ ഡെറിവേറ്റീവാണ് ജെർക്ക് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വി ഓഫ് ടീനെ എന്ത് എഴുതാം, എസ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വി ഓഫ് ടി ഈക്വൽ ടു 0.2t + 3 എന്ന് എഴുതാം. പിന്നെ നമുക്കറിയാം അറ്റ് ടി ഈക്വൽ ടു 0ൽ എസ് ഓഫ് 0 എന്താണ്, 0 അല്ലേ. കാരണം എന്താ, ടി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ടൈം 0 ആകുമ്പോൾ അവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ടൈം 0 ആകുമ്പോൾ മാഗ്ലവ് ഈസ് അറ്റ് ദ സ്റ്റേഷൻ. അതായത് ടൈം 0 ആകുമ്പോൾ അവിടെ എന്താണ്, മൂവ് ചെയ്യുന്നില്ല അല്ലേ, നമ്മളുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എസ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സ്പീഡ് എന്തായിരിക്കും നമ്മളുടെ, 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. എന്തായിരുന്നു നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എസ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0.2t + 3 വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ എസ് ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനും കിട്ടി, ഇനീഷ്യൽ കണ്ടീഷനും കിട്ടി. അപ്പോൾ ഇതെന്തായി, ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയില്ലേ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആകുമ്പോൾ നമുക്കതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, എസ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടത് അല്ലേ. നമ്മളോട് എസ് ഓഫ് ടി ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ദി മാഗ്ലവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എസ് ഓഫ് ടി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എസ് ഡാഷ് ഓഫ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എസ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ എസ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം അല്ലേ. ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0.2t + 3 ഡി ടി എന്ന് വരും. ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0.2t നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 0.2t² / 2 + 3t + c എന്നും കൂടെ വരും. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് എന്ത് എഴുതും, ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 0.1t² + 3t + c അല്ലേ. അപ്പോൾ നമുക്ക് സി എന്നുള്ളത് ഇവിടെ എന്താണ്, ആർബിട്രറി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ സീൻ്റെ വാല്യൂ കണ്ടെത്തണം. സീൻ്റെ വാല്യൂ കണ്ടെത്താനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, എസ് ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് എന്ത് എഴുതാം, എസ് ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്ന് എന്ത് എഴുതാം, എസ് ഓഫ് 0. അപ്പോൾ നമുക്ക് എന്താണ് എസ് ഓഫ് ടി കിട്ടിയിട്ടുള്ളത്, എസ് ഓഫ് ടി എന്ന് പറയുന്നത് 0.1t² + 3t + c ആണ് അല്ലേ. അപ്പോൾ എസ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും, 0.1 × 0² + 3 × 0 + c ഈക്വൽ ടു 0 അല്ലേ. വിച്ച് ഇംപ്ലൈസ് c ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എസ് ഓഫ് ടി എന്ത് വരും, 0.1t² + 3t. സി എന്തായി പോയി, 0 ആയി പോയി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് കിട്ടി, പൊസിഷൻ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. 0 ≤ 120
ടി വാരി ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലാണെന്ന് പറ്റി. അപ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ കാണാൻ ഒരു പണിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രോബ്ലത്തിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിൻ്റെ കൂടെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കിട്ടിയാൽ മതി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, ട്രെയിനിൻ്റെ വെലോസിറ്റി. ആ വെലോസിറ്റി നമ്മൾ എസ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞത് എസ് ഓഫ് 0 0 എന്നുള്ളത് ടി എന്നുള്ള ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് എസ് ഓഫ് ടി കണ്ടെത്താം. എസ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ഈ സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തു, സി ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, എസ് ഓഫ് ടി ഈക്വൽ ടു 0.1 t സ്ക്വയർ പ്ലസ് 3t ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, in a baseball game, one of the batters hit a pop-up. Suppose that the initial velocity of the ball was 96 feet per second and the initial height of the ball was 4 feet from the ground. അതായത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഒരു ബേസ്ബോൾ ഗെയിമാണ് അല്ലേ. ആ ഗെയിമിൽ എന്ത് ചെയ്തു, ഒരു ബോൾ നമ്മൾ ആദ്യം ഒരു ബോൾ ഇട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ബോൾ ബാറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ബോൾ അങ്ങോട്ട് എറിയുക ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 96 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദി ബോൾ 4 ഫീറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ ഗിവിങ് ദ ഹൈറ്റ് ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രൗണ്ട്. നേരത്തെ പോലെ തന്നെ ബോളിൻ്റെ പൊസിഷൻ ഫംഗ്ഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ഹൗ ഹൈ ഡിഡ് ദ ബോൾ ഗോ, എത്ര ഉയരത്തിൽ ഈ ബോൾ പോയി എന്നുള്ളത് കാണണം. മൂന്നാമത്തേത് ഹൗ ലോങ് ഡിഡ് ദ ബോൾ സ്റ്റേ ഇൻ ദ എയർ ആഫ്റ്റർ ദി സ്ട്രക്ക്, അതായത് നമ്മൾ ഈ ബോൾ അടിച്ചതിന് ശേഷം ബോൾ എയറിൽ എത്ര ടൈം സ്റ്റക്കായി എന്നുള്ളതാണ്. എത്ര ടൈം സ്റ്റക്ക്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബോൾ, ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ബോൾ എറിയുമ്പോൾ ബോൾ നമ്മൾ എറിയുമ്പോൾ ആ ബോൾ പോയിട്ട് എന്ത് ചെയ്യും, എയറിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് തിരിച്ച് താഴത്തേക്ക് തന്നെ വരും അല്ലേ. അങ്ങനെയല്ലേ വരിക. ബോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ടി ഈക്വൽ ടു 0 എന്നുള്ളൊരു പൊസിഷൻ, ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ടി ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷനിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് തുടങ്ങി, ടി ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾ എറിഞ്ഞതിന് ശേഷം എയറിൽ സ്റ്റക്ക് ചെയ്ത് പിന്നെ അതെന്ത് ചെയ്യും, വീണ്ടും താഴത്തേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മളുടെ ബോൾ പോവുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബോൾ എറിയണ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോൾ അയാളുടെ ഹൈറ്റും കൂടെ അയാൾ കൈ പൊന്തിച്ച്, അപ്പോൾ അത്രയും നമ്മളോട് എന്താ പറഞ്ഞിട്ടുണ്ട്, 4 ഫീറ്റാന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദി ബോൾ. ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദി ബോൾ എന്ന് പറയുമ്പോൾ ആ ബോൾ ആരാണോ എറിയുന്നത് അയാളുടെ ഹൈറ്റ് അയാൾ പിന്നെ കൈ പൊന്തിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എറിയുമ്പോൾ ആ ഒരു ബോളിൻ്റെ ഹൈറ്റാണ് 4 ഫീറ്റ് എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതായത് അതിൻ്റെ സ്പീഡ്, ഫസ്റ്റ് നമ്മൾ എറിയുമ്പോൾ ഉള്ള സ്പീഡും തന്നിട്ടുണ്ട് 96 ആണെന്നുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് പൊസിഷൻ ഫംഗ്ഷൻ കാണാൻ. ഇപ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് അപ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്ത് എസ് ഡാഷ് ഓഫ് ടി, നമുക്കിവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടി ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള എസ് ഡാഷ് ഓഫ് 0 തന്നിട്ടുണ്ട് അല്ലേ. എസ് ഡാഷ് ഓഫ് 0 എന്തായിരുന്നു, 96 ആണ് നമുക്ക് തന്നതാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ വെലോസിറ്റി 96 ഫീറ്റ് പെർ സെക്കൻഡാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമുക്ക് 4 ആണ് ബോളിൻ്റെ ഹൈറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഫീറ്റിലാണ് എല്ലാം തന്നിട്ടുള്ളത്, മീറ്ററിലല്ല, ഫീറ്റിലാണ്. അപ്പോൾ ടി 0 ആവുന്നത്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ എസ് ഡാഷ് ഓഫ് 0 96 ആണെന്നും എസ് ഓഫ് 0 എന്നുള്ളത് 4 ആണെന്നും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് രണ്ടും എന്താണ്, നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷനാണ് അല്ലേ. നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടെ വേണം. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാൻ കഴിയില്ല, കാരണം ഇത് ഇനീഷ്യൽ കണ്ടീഷനാണ്. 0 എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റിലാണ് നമ്മളിത് പറയുന്നത്. ഇനീഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടെ നമുക്ക് ഫോം ചെയ്യണം, എന്നാലേ നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ കാണാൻ കഴിയുള്ളൂ. ഫസ്റ്റത്തെ പൊസിഷൻ ഫംഗ്ഷൻ കാണാനാണ്, എസ് ഓഫ് ടി കാണാനാണ്. നമ്മൾ എസ് ഓഫ് ടി എന്നുള്ളതാണ് ഡിനോട്ട് ദ പൊസിഷൻ ഓഫ് ദ പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് ദി ബോൾ എന്ന് എടുത്താൽ പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് ദി ബോൾ എന്ന് എടുത്താൽ നമുക്ക് എന്ത് കാണണം, എസ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് ഈ ബോൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോള് പോയിട്ട് താഴത്തേക്ക് വീഴുക ഏത് ഫോഴ്സിലായിരിക്കും നമുക്കറിയാം അല്ലേ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലം എന്ന് പറയും നമ്മളല്ലേ, അത് എത്രയാണ് നമുക്കറിയാം,
നമ്മൾ അതിനെങ്ങനെ എഴുതാറ് എ എന്നുള്ളതാണ്. എ ഈക്വൾ ടു ആക്സിലറേഷൻ എന്നുള്ള ഫോമില എഴുതാറില്ലേ. എ ഈക്വൾ ടു എന്താണെന്ന് നമുക്കറിയാം, -9.8 m/s ആണ് അല്ലേ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വസ്തുവിനെ എറിഞ്ഞ് താഴത്തേക്ക് വീഴുക, അത് എന്തായിരിക്കും, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലേ, ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് താഴത്തേക്ക് വീഴുക. അതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് എത്രയെന്ന് അറിയാം, -9.8 m/s ആണെന്ന് അറിയാം അല്ലേ. പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ ഫോഴ്സ് കാരണമുള്ളൂ നമുക്കറിയാം ബോൾ താഴത്തേക്ക് വീഴുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ മീറ്ററിലാണ് നമുക്ക് തന്നിട്ടുള്ളത്, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള അളവ് ഫീറ്റിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ മീറ്റിനെ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ എന്ന് പറയുന്നത് 3.28 ഫീറ്റാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 3.28 ഫീറ്റ് ആണ്. അപ്പം നമുക്ക് ഈ എ എന്നുള്ള ഈ ആക്സിലറേഷനെ, എ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം, S′' എന്ന് എഴുതിക്കൂടെ. S എന്നുള്ളത് പൊസിഷൻ ഫംഗ്ഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ S' വെലോസിറ്റിയാണ്, S′' ആക്സിലറേഷൻ ആണ് അല്ലേ. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 3.28 × -9.8 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് -32 എന്നാണ്. -32 feet/s എന്ന് വരും. സെക്കൻഡ് സ്ക്വയറിന് വരും അല്ലേ. ആക്സിലറേഷൻ ആവുകൊണ്ട് നമുക്ക് feet/s² എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, m/s² വരിക. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ കിട്ടി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണത് വരുന്നത് 3.28 എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, S′' കിട്ടി. ഈ S′' ആണ് എന്ത് വരുന്നത്, നമ്മളുടെ S′' എന്നുള്ളത് നമുക്ക് എന്താണെന്ന് കിട്ടിയപ്പോൾ -32 feet/s² ആണ് കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. S'0 ഈക്വൽ ടു എന്തായിരുന്നു നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ വന്നിരുന്നത്, S'0 96 അതുപോലെ തന്നെ S0 ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ. ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആവണമെന്നില്ല, രണ്ടോ അതിലധികം ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ വരാം. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ. ഇത് നമുക്ക് പൊസിഷൻ ഫംഗ്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, S′' ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. S′' ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വരും, S' കിട്ടും. S' എന്ന് പറയുമ്പോൾ S′' dt എന്ന് വരും. S′' dt എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് ഈക്വൽ ടു -32 dt എന്ന് വരും അല്ലേ. -32 dt പറയുമ്പോൾ -32 t + C1 ഇതാണ് S' എന്ന് വരും. നമുക്ക് C1 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, S'0 ഈക്വൽ ടു 96 എന്നുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഇതിവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, C1 കിട്ടും. അപ്പോൾ C1 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, which implies -32 × 0 + C1 ഈക്വൽ ടു 96 വരും അല്ലേ. ഇതെന്ത് വരും, C1 ഈക്വൽ ടു 96. അതിവിടെ അപ്ലൈ ചെയ്യാം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഈക്വൽ ടു C1 ഈക്വൽ ടു 96. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ S' ഈക്വൽ ടു നമുക്ക് എന്ത് വരും, S' ഈക്വൽ ടു -32 t + 96 വരും. ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, S കിട്ടും അല്ലേ. S കിട്ടുമ്പോൾ -32 t + 96 dt വരും. അതായത് എന്തൊരു -32 t²/2 + 96 t എന്ന് വരും + C അല്ലേ. അപ്പോൾ 96 t + C ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, -16 t² + 96 t + C എന്നുള്ള C2 എന്ന് കൊടുക്കാം. S ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എത്ര കിട്ടി. ഇനി നമുക്ക് കണ്ടീഷൻ തന്നിരുന്നു, S0 ഈക്വൽ ടു 4 ആണെന്ന് തന്നിരുന്നു അല്ലേ. ഈ ഒരു ഇനീഷ്യൽ ഹൈറ്റ് ഇത്രയും തന്നിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് എന്ത് എഴുതാം, which implies -16 × 0² + 96 × 0 + C2 ഈക്വൽ ടു 4, which implies C2 ഈക്വൽ ടു 4. അപ്പോൾ C2 ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, S ഈക്വൽ ടു
മൈനസ് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്താൽ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 6t² പ്ലസ് 96t പ്ലസ് 4. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വന്നിട്ട് പൊസിഷൻ ഫംഗ്ഷൻ. അപ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ ആയിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. ഇനി അതിൽ തന്നെ ബി പാർട്ട് എന്തായിരുന്നു? അതിൽ തന്നെ നമ്മളോട് ബി പാർട്ട് ചോദിച്ചിരുന്നത് ഹൗ ഹൈ ഡിഡ് ദ ബോൾ ഗോ? എത്ര ഉയരത്തിൽ ബോൾ പോയി എന്നാണ് അല്ലേ. അതായത് ബോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് എറിയാൻ തുടങ്ങുമ്പോൾ ഇനീഷ്യൽ ഇവിടുന്ന് എറിഞ്ഞ് ഈ ഒരു ഹൈറ്റ് എത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് എത്ര ഉയരത്തിൽ ബോൾ പോയി എന്നുള്ള ആ ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത് ബി പാർട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ ഈ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിലെത്തുമ്പോഴുള്ള ഹൈറ്റ് എന്തായിരിക്കും? ഹയസ്റ്റ് പോയിന്റിൽ ബോളിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും വെലോസിറ്റി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? സ്പീഡ് 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം അവിടെ സ്റ്റക്ക് ആയില്ലത്. അപ്പോൾ അവിടെ വെലോസിറ്റി 0 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എൻ്റെ ബി പാർട്ട് ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹയസ്റ്റ് പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് എത്ര ഉയരത്തിൽ ബോൾ പോയി എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഓഫ് ടി അറ്റ് ടൈം ടി, ആ ടൈമിൽ ഉള്ള വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വി ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എസ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് എഴുതും അല്ലേ. എസ് ഡാഷ് ഓഫ് ടി 0 ആവുന്ന ടൈം കണ്ടെത്തുക. ആ ടൈമിലുള്ള എസ് ഓഫ് 3 കാണാം. എസ് ഓഫ് 3 കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ബോൾ എത്ര ഹൈറ്റിൽ പോയി എന്ന് കിട്ടും. വി ഓഫ് ടി ഈക്വൽ ടു 0 എടുത്താൽ എസ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് എഴുതാം. എസ് ഡാഷ് ഓഫ് ടി നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ടെത്തിയിരുന്നത് എന്തായിരുന്നു? എസ് ഡാഷ് ഓഫ് ടി വന്നിരുന്നത് മൈനസ് 32t പ്ലസ് 96 ഈക്വൽ ടു 0 അല്ലേ. വിച്ച് ഇംപ്ലൈസ് ഇതിനെന്ത് വരും? ടി ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഹൈറ്റിൽ എത്ര ഹൈറ്റിലാണ് അത് പോയി എന്നുള്ളത് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ എന്തായാലും വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ടിയുടെ വാല്യൂ കണ്ടെത്തി. അപ്പോൾ അവിടെ ഉള്ള ടൈം എന്താണെന്ന് കിട്ടി? ടി ഈക്വൽ ടു 3 ആണ്. അപ്പം നമുക്ക് ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ പൊസിഷൻ ഫംഗ്ഷനിൽ ടീൻ്റെ പ്ലേസിൽ ടി ഈക്വൽ ടു 3 കൊടുത്താൽ പോരെ. നമുക്ക് എന്തായിരുന്നു എസ് ഓഫ് ടി എന്ന് കിട്ടിയിരുന്നത്? എസ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് 16t² പ്ലസ് 96t പ്ലസ് 4 എന്നായിരുന്നു നമ്മുടെ എസ് ഓഫ് ടി. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ടൈമിലുള്ള എത്ര ഉയരത്തിൽ പോയി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എസ് ഓഫ് 3 ആണ്. എസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 16 × 3² പ്ലസ് 96 × 3 പ്ലസ് 4. അപ്പോൾ ഇത് കിട്ടുന്നത് ആൻസർ 148 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 148 ആണ് ഇവിടെ ഹൈറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് 148 ഹൈറ്റിൽ പോകുന്നുണ്ട്, ഉയരത്തിൽ ഈ ബോൾ പോകുന്നുണ്ട് എന്ന് കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ലോങ് ഡിഡ് ദ ബോൾ സ്റ്റേ ഇൻ ദ എയർ ആഫ്റ്റർ ബീയിങ് സ്റ്റക്ക്? അപ്പോൾ നമ്മൾ എറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി 0 ആണ് അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡൊക്കെ അവിടെ എന്തായിരിക്കും? വെലോസിറ്റി അവിടെ പൊസിഷൻ സംഭവിക്കുന്നതല്ല. അപ്പോൾ അവിടെ വെലോസിറ്റി ആയാലും അതുപോലെ തന്നെ അവിടെ പൊസിഷൻ ആയാലും പൊസിഷൻ ഫംഗ്ഷൻ ആയാലും ഒക്കെ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടിയ? ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ കുറച്ച് ടൈം എന്തായാലും ആ ബോൾ അവിടെ സ്റ്റക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് അത് താഴത്തേക്ക് വീണിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ആ സ്റ്റക്ക് ചെയ്ത ടൈമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം സി പാർട്ടിൽ നമുക്ക് സ്റ്റക്ക് ചെയ്ത ടൈം നമുക്ക് എങ്ങനെയാണ്? ആ സ്റ്റക്ക് ചെയ്ത ടൈമിൽ എസ് ഓഫ് ടി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. കാരണം അവിടെ പൊസിഷൻ ഇല്ല അല്ലേ. പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ എസ് ഓഫ് ടി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് മൈനസ് 16t² പ്ലസ് 96t പ്ലസ് 4 ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? 0 ആണെന്ന് എഴുതാം അല്ലേ. ഇതൊന്ന് എന്ത് ചെയ്യുക? നമ്മൾ ടൈം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആ ബോൾ എയറിൽ സ്റ്റക്ക് ചെയ്യുന്ന ടൈമിൽ പൊസിഷൻ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ അവിടെയുള്ള ടൈം ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? 4 അതിനെ ഞാൻ ചെറുതാക്കുകയാണ്. 4t² മൈനസ് 24t മൈനസ് 1 എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? b² മൈനസ് 4ac വെച്ചിട്ട് ടീൻ്റെ വാല്യൂ ആണ് അല്ലേ. ടീൻ്റെ വാല്യൂ ആകുമ്പോൾ a ഈക്വൽ ടു 4 വരും, b ഈക്വൽ ടു മൈനസ് 24 ആൻഡ് c ഈക്വൽ ടു മൈനസ് 1. എന്ത് എഴുതാം?
t equal to minus b plus or minus 24 plus or minus root of 24 square minus 4 into minus 1 divided by 2 into 4 equal to ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 24 പ്ലസ് ഓർ മൈനസ് 4 റൂട്ട് 37/8 ഈക്വൽ ടു ചെയ്യുമ്പോൾ രണ്ട് ആൻസർ വരുന്നത് മൈനസ് 0.04 ആൻഡ് 6.04. അപ്പോൾ നമുക്ക് ടൈം ആവുകൊണ്ട് ഈ 6.04 നെഗറ്റീവ് എടുക്കണ്ട ഈ ഇത് എടുക്കുക. അപ്പോൾ നമുക്ക് t ഈക്വൽ ടു 6 സെക്കൻഡ് അത്രയും സെക്കൻഡിലാണ് നമുക്ക് ഈ ബോൾ അത്ര സെക്കൻഡുള്ളൂ ആ ഒരു ബോൾ എയറിൽ സ്റ്റെക്ക് ചെയ്യുന്നതെന്ന് കിട്ടും. അപ്പോൾ ഇനി ഇത് പോലെയുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത പ്രോബ്ലംസ് തന്നെ ഉണ്ട്, ചെയ്ത് നോക്കുക.